നമസ്കാരം, ഗുഡ്നസ് ഈവനിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. DA കുടിശ്ശിക അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ സംഘടനകളുടെ കീഴിലുള്ള സർക്കാർ ജീവനക്കാരുടെ പണിമുടക്കിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘർഷം. മാത്യു കുഴൽനാടന്റെ ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമിയിലെ സർക്കാർ പുറമ്പോക്ക് ഏറ്റെടുക്കാൻ അനുമതി നൽകി ജില്ലാ കളക്ടർ. SSLC മോഡൽ പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് പണം പിരിക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധവുമായി KSU. സൈനിക നഷ്ടമേൽപ്പിച്ച ആഘാതം മറികടക്കാൻ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാന് നോട്ടീസ്. വാർത്തകൾ വിശദമായി. DA കുടിശ്ശിക അടക്കം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രതിപക്ഷ സംഘടനകളുടെ കീഴിലുള്ള സർക്കാർ ജീവനക്കാരുടെ പണിമുടക്കിൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന് മുന്നിൽ സംഘർഷം. സെക്രട്ടേറിയറ്റ് ഗേറ്റിന് മുന്നിൽ സെക്രട്ടേറിയറ്റിലെ പ്രതിപക്ഷ സർവീസ് സംഘടനാ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച് പ്രതിഷേധ യോഗം നടത്തുന്നതിനിടെയാണ് സംഘർഷമുണ്ടായത്. ഇടതു സംഘടനാ പ്രവർത്തകരും പണിമുടക്ക് നടത്തുന്ന പ്രതിപക്ഷ സർവീസ് സംഘടനാ പ്രവർത്തകരും തമ്മിലാണ് വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായത്. പോലീസ് ഇടപെട്ടാണ് സംഘർഷം നിയന്ത്രണ വിധേയമാക്കിയത്. പണിമുടക്കിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ പ്രതിഷേധിക്കുന്നതിനിടെ ഇടത് സംഘടനാ പ്രവർത്തകൻ ഇരുചക്ര വാഹനത്തിൽ പലതവണയായി ഗേറ്റിലൂടെ കടന്നുപോയി. മനഃപൂർവ്വം പ്രകോപനമുണ്ടാക്കാൻ ശ്രമിച്ചുവെന്ന് പ്രതിപക്ഷ സംഘടനാ നേതാക്കൾ ആരോപിച്ചത്. തുടർന്ന് വാഹനത്തിൽ പോയ ആളെ തടഞ്ഞതോടെയാണ് സംഘർഷമുണ്ടായത്. വാഹനം പിന്നീട് പോലീസ് ഉൾപ്പെടെ ഇടപെട്ട് കടത്തിവിട്ടു. സെക്രട്ടേറിയറ്റിലേക്ക് പോകുന്നവരെ തടയില്ലെന്നും സമരവുമായി സഹകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുക മാത്രമാണ് ചെയ്തതെന്നും പ്രതിപക്ഷ സംഘടനാ നേതാക്കൾ പറഞ്ഞു. എന്നാൽ ഗേറ്റിന് മുന്നിൽ നിന്ന് പ്രതിഷേധം മാറ്റണമെന്നാവശ്യപ്പെട്ട് കൂടുതൽ ഇടത് സംഘടനാ പ്രവർത്തകർ സ്ഥലത്തെത്തി. തുടർന്ന് ഇരുവിഭാഗവും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. സ്ഥലത്ത് പ്രതിഷേധം തുടരുകയാണ്. തിരുവനന്തപുരത്തിന് പുറമെ മറ്റു ജില്ലകളിലും പണിമുടക്ക് നടത്തിയിരുന്നു. സമരത്തിൽ പങ്കെടുക്കുന്ന ജീവനക്കാർ കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിൽ പ്രകടനം നടത്തി. UDF അനുകൂല സർവീസ് സംഘടനകളും BJP അനുകൂല സംഘടന ഫെറ്റോയും ഉൾപ്പെടെയുള്ളവരാണ് പണിമുടക്കുന്നത്. അടിയന്തര സാഹചര്യത്തിലല്ലാത്ത അവധികൾ അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കിയ സർക്കാർ സമരം നേരിടാൻ ഡയസ്നോൺ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആനുകൂല്യങ്ങൾക്ക് ആരും എതിരില്ലെന്നും പ്രതിപക്ഷം പിന്തുണ നൽകുന്നത് അനാവശ്യ സമരത്തിനാണെന്നുമാണ് സർക്കാർ നിലപാട്. ഇതിനിടെ സർക്കാർ നൽകാനുള്ള വിവിധ കുടിശ്ശികകളുടെ കണക്ക് പുറത്തുവന്നു. 7,973.50 കോടിയാണ് ജീവനക്കാർക്കുള്ള DA കുടിശ്ശിക. പെൻഷൻകാർക്കുള്ള DA കുടിശ്ശിക 4,722.63 കോടിയാണ്. പേ റിവിഷൻ കുടിശ്ശികയിൽ നിന്ന് ജീവനക്കാർക്ക് 4,000 കോടി നൽകാനുണ്ട്. ചീഫ് സെക്രട്ടറി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച കണക്കുകളാണിത്. സെക്രട്ടേറിയറ്റ് ജീവനക്കാരുടെ കോൺഗ്രസ് അനുകൂല സംഘടന കൂട്ടായ്മയായ സെക്രട്ടേറിയറ്റ് ആക്ഷൻ കൗൺസിലും പണിമുടക്കി സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ സംഘടനയ്ക്കകത്തെ പ്രശ്നം കാരണം സെക്രട്ടേറിയറ്റ് അസോസിയേഷനിൽ ഒരു വിഭാഗം പണിമുടക്കുമായി സഹകരിക്കേണ്ടെന്ന് നിലപാടെടുത്തിട്ടുമുണ്ട്. ഓൺലൈൻ ഷോപ്പിംഗ് ഉൾപ്പെടെയുള്ള ബിസിനസ്സുകളുടെ മറവിൽ 1,630 കോടി രൂപയുടെ തട്ടിപ്പും 126 കോടി രൂപയുടെ നികുതി വെട്ടിപ്പും നടത്തിയ തൃശൂർ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിൽ റെയ്ഡ് നടത്തി ED. അറസ്റ്റ് ഭയന്ന് ഉദ്യോഗസ്ഥരെത്തും മുന്നേ സ്ഥാപനത്തിന്റെ MD പ്രതാപൻ ദാസനും CEO-യും ഭാര്യയുമായ ശ്രീനയും കടന്നുകളഞ്ഞു. ഇവരെ കണ്ടെത്താൻ നിർദ്ദേശം നൽകാൻ പോലീസിനോട് ED ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഹൈറീച്ചിന്റെ ഹെഡ് ഓഫീസ് ഉടമകളുടെ 2 വീടുകൾ, തൃശൂരും എറണാകുളം എടപ്പള്ളിയിലുമുള്ള ശാഖകൾ എന്നിവിടങ്ങളിലാണ് റെയ്ഡ് രാത്രി വൈകിയും തുടരുന്നത്. മൾട്ടി ലെവൽ മാർക്കറ്റിംഗിന് OTT പ്ലാറ്റ്ഫോം, ക്രിപ്റ്റോ കറൻസി ഇടപാടിനായി HRC ക്രിപ്റ്റോ, പൊള്ളാച്ചിയിൽ അനശ്വര ട്രേഡേഴ്സ്, നിധി ലിമിറ്റഡ്, തൃശൂർ കോടാലയിൽ ഫാം സിറ്റി എന്നീ സ്ഥാപനങ്ങളും ഇവർക്കുണ്ട്. ഇവയുടെ പേരിലും വ്യാപകമായി തട്ടിപ്പാണ് ഹൈറിച്ച് നടത്തിയിരിക്കുന്നത്. 1,630 കോടി രൂപയുടെ തട്ടിപ്പാണെന്നതാണ് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുള്ളത്. സംസ്ഥാന GST വിഭാഗം ഹൈറിച്ച് ഉടമകൾ 126 കോടിയുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്ന് നേരത്തെ തന്നെ റിപ്പോർട്ട് നൽകിയിരുന്നു. പലചരക്ക് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയ്ക്കായി ഹൈറിച്ച് ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് രീതിയിലാണ് ഇടപാടുകാരെ സൃഷ്ടിച്ചത്. ഇന്ത്യയിലാകെ 650 ഷോപ്പുകളും കേരളത്തിൽ 78 ശാഖകളുമുണ്ട്. ഏതാണ്ട് 1.63 ലക്ഷം ഇടപാടുകാരുടെ ഐഡികൾ ഉണ്ടെന്നാണ് കണ്ടെത്തിയിരിക്കുന്നത്. ഇടപാടുകാരുടെ എണ്ണം പെരുപ്പിച്ചു കാട്ടാൻ ഒരു ഇടപാടുകാരൻ്റെ പേരിൽ തന്നെ 50ഓളം ഐഡികൾ സൃഷ്ടിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അതേസമയം റെയ്ഡിനൊപ്പം അറസ്റ്റുണ്ടാകുമെന്ന് ഉറപ്പായതോടെയാണ് ഉടമകളായ പ്രതാപൻ ദാസനും ശ്രീനയും ഡ്രൈവറെ കൂട്ടി കടന്നുകളഞ്ഞു. ED സംഘം ഓഫീസിലെത്തിയ ഉടൻ ഇവർക്ക് വിവരം ലഭിച്ചിരുന്നു. വീട്ടിലേക്ക് സംഘം എത്തുന്നതിന് തൊട്ടുമുമ്പായിരുന്നു രക്ഷപ്പെടൽ. ഇവരുടെ വീടുകളിൽ നിന്നും സ്ഥാപനങ്ങളിൽ നിന്നും നിരവധി രേഖകളും ഡിജിറ്റൽ തെളിവുകളും പിടിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ രേഖകൾ കണ്ടെത്താനായാണ് റെയ്ഡ് തുടരുന്നത്.
മാത്യു കുഴൽനാടന്റെ ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമിയിലെ സർക്കാർ പുറമ്പോക്ക് ഏറ്റെടുക്കാൻ അനുമതി നൽകി ജില്ലാ കളക്ടർ. കയ്യേറ്റം ചൂണ്ടിക്കാണിച്ച് ലാൻഡ് റവന്യൂ തഹസിൽദാർ നൽകിയ റിപ്പോർട്ട് കളക്ടർ അംഗീകരിച്ചു. പ്രാഥമിക നടപടിയുടെ ഭാഗമായി സർവേ പ്രകാരം വില്ലേജ് ഓഫീസറോട് റിപ്പോർട്ട് വാങ്ങും. ഇതിനുശേഷമാകും കയ്യേറ്റം ഒഴിപ്പിക്കൽ നടപടി ആരംഭിക്കുക. 50 സെന്റ് സർക്കാർ ഭൂമി മാത്യു കുഴൽനാടൻ കയ്യേറി മതിൽ കെട്ടിയെന്നാണ് കണ്ടെത്തൽ. 2022 മാത്യു കുഴൽനാടനും സുഹൃത്തുക്കളും ചേർന്ന് ചിന്നക്കനാലിൽ റിസോർട്ട് വാങ്ങിയത്. തുടർന്ന് ഈ ഇടപാടിൽ നികുതി വെട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് ആരോപിച്ച് CPM എറണാകുളം ജില്ലാ കമ്മിറ്റി രംഗത്തെത്തിയിരുന്നു. ഈ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കുഴൽനാടന് വിജിലൻസ് നോട്ടീസ് അയച്ചിരിക്കുന്നത്. 4000 സ്ക്വയർ ഫീറ്റ് ഉള്ള ഒരു കെട്ടിടവും 850 സ്ക്വയർ ഫീറ്റ് വീതമുള്ള 2 കെട്ടിടങ്ങളുമാണ് മാത്യുവിന്റെയും സുഹൃത്തുക്കളുടെയും ഉടമസ്ഥതയിലുള്ളത്. കപ്പിത്താൻ എന്ന് പേരിട്ടിരിക്കുന്ന റിസോർട്ടിലെ വലിയ കെട്ടിടം റിസോർട്ട് ആവശ്യങ്ങൾക്കും ചെറിയ കെട്ടിടം പാർപ്പിട ആവശ്യങ്ങൾക്കും നിർമ്മിച്ചു എന്നായിരുന്നു രേഖകൾ. ഇതിൽ ഗാർഹിക ആവശ്യത്തിന് അനുമതി വാങ്ങി നിർമ്മിച്ച കെട്ടിടങ്ങൾ റിസോർട്ട് ആവശ്യത്തിന് ഉപയോഗിച്ചു എന്നതാണ് കുഴൽനാടനെതിരെയുള്ള ആരോപണം. തുടർന്ന് റിസോർട്ടിന്റെ ലൈസൻസ് പുതുക്കി നൽകാത്ത സാഹചര്യമുണ്ടായെങ്കിലും രേഖകൾ സുതാര്യമാക്കിയതിനെ തുടർന്ന് ലൈസൻസ് പുതുക്കി നൽകിയിരുന്നു. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിച്ച സംഭവത്തിൽ മുഖ്യമന്ത്രിയുടെ ഗൺമാനെയും സുരക്ഷാ സേനയിലെ ഉദ്യോഗസ്ഥനെയും പോലീസ് ചോദ്യം ചെയ്യും. ചോദ്യം ചെയ്യലിനായി തിങ്കളാഴ്ച ഹാജരാകാൻ ഗൺമാൻ അനിൽകുമാറിനും സുരക്ഷാ ഉദ്യോഗസ്ഥൻ A സന്ദീപിനും നോട്ടീസ് ലഭിച്ചു. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോടതിയെ സമീപിച്ചതോടെയാണ് 1 മാസം മുമ്പ് പോലീസ് കേസെടുത്തത്. തുടർന്ന് നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ വീണ്ടും കോടതിയെ സമീപിക്കാനൊരുങ്ങിയതോടെയാണ് ഇരുവരെയും ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നതെന്നാണ് ശ്രദ്ധേയം. ആലപ്പുഴയിൽ മുഖ്യമന്ത്രിക്ക് നേരെ കരിങ്കൊടി കാണിച്ച യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരെയാണ് മുഖ്യമന്ത്രിയുടെ ഗൺമാൻ അടക്കമുള്ളവർ മർദ്ദിച്ചത്. ആലപ്പുഴ ജുഡീഷ്യൽ 1ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഡിസംബർ 23-നാണ് കേസെടുക്കാൻ നിർദ്ദേശം നൽകിയത്. തുടർന്ന് അതേ ദിവസം തന്നെ പോലീസ് കേസെടുത്തിരുന്നു. പിന്നീട് നടപടികളൊന്നും ഉണ്ടായിരുന്നില്ല. കരിങ്കൊടി കാട്ടാൻ എത്തിയവരെ ഗൺമാൻ മർദ്ദിക്കുന്നത് താൻ കണ്ടിട്ടില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ആവർത്തിച്ചിരുന്നു. തന്റെ സുരക്ഷയ്ക്ക് വേണ്ടിയുള്ള ആളാണ് ഗൺമാൻ. തനിക്കോ ബസ്സിനോ നേരെയുള്ള ആക്രമണങ്ങളെ തടയേണ്ടത് ഗൺമാന്റെ ചുമതലയാണ്. ഇത് സംബന്ധിച്ച ദൃശ്യങ്ങൾ പരിശോധിക്കേണ്ട ആവശ്യം തനിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. SSLC മോഡൽ പരീക്ഷയ്ക്ക് വിദ്യാർത്ഥികളിൽ നിന്ന് പണം പിരിക്കാനുള്ള സർക്കാർ തീരുമാനത്തിൽ പ്രതിഷേധവുമായി KSU. പിണറായിക്കും ശിവൻകുട്ടിക്കും ചോദ്യപേപ്പർ അച്ചടിക്കാൻ പിച്ച നൽകൂ എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു കോഴിക്കോട് നഗരത്തിലെ പ്രതിഷേധം. അതേസമയം ചോദ്യപേപ്പർ അച്ചടിച്ച് വിതരണം ചെയ്യുന്നതിനാണ് പിരിവ് നടത്തുന്നതെന്നാണ് വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. SSLC മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അനേക വർഷങ്ങളായുള്ള നടപടിക്രമം ഈ വർഷവും തുടർന്നുവെന്നല്ലാതെ പരീക്ഷാർത്ഥികളിൽ നിന്ന് ഫീസ് ശേഖരിക്കുന്നതിന് പുതിയ തീരുമാനമെടുത്ത് നടപ്പിലാക്കിയിട്ടില്ലെന്ന് വിഷയത്തിൽ മന്ത്രി V ശിവൻകുട്ടി പ്രതികരിച്ചു. ഫെബ്രുവരി 19-നാണ് മോഡൽ പരീക്ഷ ആരംഭിക്കുക. 10 രൂപ വീതം വിദ്യാർത്ഥികളിൽ നിന്ന് പിരിക്കാനായിരുന്നു സർക്കാർ തീരുമാനം. ഇതിനു മുന്നേ ഓരോ വിദ്യാർത്ഥിയിൽ നിന്നും 10 രൂപ കൈപ്പറ്റാനുള്ള നീക്കത്തിലാണ് സർക്കാർ. ചോദ്യപേപ്പർ അച്ചടിച്ച് വിതരണം ചെയ്യുന്നതിനാണ് പിരിവ് നടത്തുന്നതെന്നാണ് വിഷയത്തിൽ വിദ്യാഭ്യാസ വകുപ്പിന്റെ വിശദീകരണം. SSLC മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് അനേക വർഷങ്ങളായുള്ള നടപടിക്രമം ഈ വർഷവും തുടർന്നുവെന്നല്ലാതെ പരീക്ഷാർത്ഥികളിൽ നിന്ന് ഫീസ് ശേഖരിക്കുന്നതിന് പുതിയ തീരുമാനമെടുത്ത് നടപ്പിലാക്കിയിട്ടില്ലെന്ന് വിഷയത്തിൽ മന്ത്രി V ശിവൻകുട്ടിയും പ്രതികരിച്ചു. ചോദ്യപേപ്പർ വിതരണത്തിന് ചെലവാകുന്ന തുക കഴിച്ച് ബാക്കിയുള്ള തുക പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ കാര്യാലയത്തിൽ QIP വിഭാഗം വിദ്യാഭ്യാസ ഉപഡയറക്ടർക്ക് ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർമാർ DDയായി കൈമാറുന്ന നടപടിയാണ് കാലങ്ങളായി തുടർന്നു വരുന്നത്. മുൻവർഷങ്ങളിൽ SSLC മോഡൽ പരീക്ഷയുമായി ബന്ധപ്പെട്ട് പുറപ്പെടുവിച്ച സർക്കുലറുകൾ ഇക്കാര്യം വ്യക്തമാക്കുന്നവയാണെന്നും അതൊക്കെ എല്ലാവർക്കും പരിശോധിക്കാവുന്നതാണെന്നും മന്ത്രി വ്യക്തമാക്കി. ചായം 2024 എന്ന പേരിൽ ആർട്ട് എക്സ്പോ സംഘടിപ്പിച്ച് ആലുവ മംഗലപ്പുഴ സെമിനാരി. സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ ആർട്ട് എക്സ്പോ ഉദ്ഘാടനം ചെയ്തു. ആർട്ടിസ്റ്റ് ഫോറത്തിലെ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചിത്ര പ്രദർശനം 24, 25, 26 എന്നീ തീയതികളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ വർഷം മരണമടഞ്ഞ മംഗലപ്പുഴ സെമിനാരിയിലെ പൂർവ്വ വിദ്യാർത്ഥിയും ചിത്രകാരനുമായ മനോജ് ഒറ്റപ്ലാക്കിലച്ചൻ്റെ അനുസ്മരണാർത്ഥം സംഘടിപ്പിക്കുന്ന ആർട്ട് എക്സ്പോയിൽ മംഗലപ്പുഴ സെമിനാരിയും ആലുവ ജ്യോതിനിവാസ് പബ്ലിക് സ്കൂളും തോട്ടക്കാട്ടുകാര ഹോളി കോസ്റ്റ് ഹൈസ്കൂളും പങ്കാളികളായി. മംഗലപ്പുഴ സെമിനാരിയിലെ ബ്രദേഴ്സിൻ്റെ കലാപരമായ കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമാണ് ആർട്ടിസ്റ്റ് ഫോറം. ആർട്ടിസ്റ്റ് ഫോറത്തിലെ കലാകാരന്മാരുടെ
നേതൃത്വത്തിൽ നൽകുന്ന ഒരു ചിത്ര പ്രദർശനമാണ് ഇവിടെ അടുത്ത 3 ദിവസങ്ങളിലായി നടക്കുന്നത്. അഭിവന്യ റാഫേൽ തട്ടിൽ പിതാവാണ് ഈ വർഷത്തെ പ്രദർശനം ഉദ്ഘാടനം ചെയ്യുന്നത്. ഈ സെമിനാരിയിലെ പൂർവ്വ വിദ്യാർത്ഥി ആയിരുന്ന, ആകസ്മികമായി നമ്മളിൽ നിന്ന് വേർപിരിഞ്ഞു പോയ മനോജ് ഒറ്റപ്ലാക്കലച്ചൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ടാണ് ഈ വർഷത്തെ പ്രദർശനം നടക്കുന്നത്. മനോജ് അച്ഛൻ തന്നെ വരച്ച 75ഓളം ചിത്രങ്ങൾ, പെയിൻറ്റിങ്ങുകൾ ഈ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ സെമിനാരിയിലെ കലാകാരന്മാരുടെയും ജ്യോതി നിവാസ് ഹോളി ഗോസ്റ്റ് സ്കൂളുകളിലെ കുട്ടികളുടെയും കലാപരമായ കഴിവുകൾ കൂടി ഇവിടെ പ്രദർശിക്കപ്പെടുന്നു. മംഗലപ്പുഴ സെമിനാരിയിലെ ബ്രദേഴ്സിൻ്റെ കലാപരമായ കഴിവുകൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിച്ചു വരുന്ന ഒരു പ്രസ്ഥാനമാണ് ആർട്ടിസ്റ്റ് ഫോറം. ആർട്ടിസ്റ്റ് ഫോറത്തിലെ കലാകാരന്മാരുടെ നേതൃത്വത്തിൽ നടക്കുന്ന ചിത്ര പ്രദർശനം ജനുവരി 24, 25, 26 എന്നീ തീയതികളിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ 8:30 മുതൽ വൈകിട്ട് 6 മണി വരെ മംഗലപ്പുഴ സെമിനാരിയിലെ ചാവറ ഹാളിലായിരിക്കും പ്രദർശനം നടത്തപ്പെടുന്നത്. ജൂൺ മാസത്തിലാണ് മംഗലപ്പുഴ സെമിനാരിയുടെ പൂർവ്വ വിദ്യാർത്ഥിയായ ഫാദർ എബ്രാഹിം ഒറ്റപ്ലാക്കൽ, മനോജച്ചൻ എന്നാണ് എല്ലാവരും അദ്ദേഹത്തെ വിളിക്കുന്നത്, നിര്യാതനായത്. അദ്ദേഹം സെമിനാരിയിൽ ചെലവഴിച്ച വർഷങ്ങളും അതിനുശേഷവും സഭയ്ക്കും പൊതുസമൂഹത്തിനും കലയിലൂടെ നൽകിയ സംഭാവന അനശ്വരമാക്കാൻ വേണ്ടിയാണ് ഈ വർഷം മംഗലപ്പുഴ സെമിനാരി സംഘടിപ്പിച്ച ചിത്ര പ്രദർശനം അദ്ദേഹത്തിൻ്റെ പേരിൽ നടത്താനായിട്ട് തീരുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ 100-ലധികം ചിത്രങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒപ്പം മംഗലപ്പുഴ സെമിനാരിയിലെ വൈദ്യ വിദ്യാർത്ഥികളുടെ ചിത്രരചനകൾ, കരകൗശല വസ്തുക്കൾ ഒക്കെ അതിൽ പ്രദർശിപ്പിക്കപ്പെടുന്നുണ്ട്. ആലുവ സെമിനാരിയിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന മനോജ് അച്ഛൻ ആകസ്മികമായാണ് ഈ ലോകത്തിൽ നിന്ന് വേർപിരിഞ്ഞു പോയത്. കർഷക നൊമ്പരങ്ങൾ മണ്ണിൽ രചിച്ച പ്രശസ്തനായ കലാകാരനായിരുന്നു മരണമടഞ്ഞ ബഹുമാനപ്പെട്ട മനോജ് ഒറ്റപ്ലാക്കലച്ചൻ. ഈ വർഷത്തെ പ്രദർശനത്തിൽ മനോജ് അച്ഛൻ വരച്ച 75ഓളം ചിത്രങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒറ്റപ്ലാക്കലച്ചൻ്റെ ഉൾപ്പെടെ 500ഓളം ചിത്രകലാ സൃഷ്ടികൾ ചായം 2024 ആർട്ട് എക്സ്പോയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് മുൻകൂട്ടി അറിയിച്ച് പ്രദർശനം കാണാൻ അവസരമുണ്ടായിരിക്കുമെന്ന് ആലുവ സെൻറ് ജോസഫ് പൊന്തിഫിക്കൽ സെമിനാരി PRO ഫാദർ അഗസ്റ്റിൻ കല്ലേലി അറിയിച്ചു. എനിക്ക് തോന്നിയിരിക്കുന്നത്, ഞാൻ ഉദ്ഘാടനത്തിൽ പറഞ്ഞതുപോലെ തന്നെ, ടേസ്റ്റി ആയിട്ട് ഫുഡ് ഉണ്ടാക്കിയാൽ ആളുകൾ കഴിക്കുകയുള്ളൂ. ഈ വചനപ്രഘോഷണം തന്നെയാണ്. വചനപ്രഘോഷണം വാക്കുകൾ കൊണ്ട് മാത്രമല്ല, പദ്യം കൊണ്ടും ഗദ്യം കൊണ്ടും മാത്രമല്ല, കളർ കൊണ്ടും പറ്റും. അപ്പം അതുകൊണ്ട് മനോജച്ചൻ ചെയ്തിരിക്കുന്ന ഒരു ശുശ്രൂഷ എന്ന് പറയുന്നത് വരകൾ കൊണ്ട് സുവിശേഷം പ്രചരിപ്പിക്കുകയാണ്, എഴുതിയിരിക്കുകയാണ്. അതുകൊണ്ട് അത് ഈ കാലഘട്ടത്തിൽ വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. അപ്പോൾ കൂടുതൽ കഴിവുള്ള, പ്രത്യേകിച്ച് സെമിനാരിയിലെ പിള്ളേരെ ഒരുപാട് കഴിവുള്ള പിള്ളേരാണ്. അവർക്ക് നൽകപ്പെട്ട ഈ കലാ അഭിരുചി വളർത്തണം. അത് സുവിശേഷ വൽക്കരണത്തിന് പ്രയോജനകരമായിട്ട് ഉപയോഗിക്കണമെന്നാണ് ഈ ചിത്ര പ്രദർശനം ഉദ്ഘാടനം ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയിട്ടുള്ളത്. കനത്ത സൈനിക നഷ്ടമേൽപ്പിച്ച ആഘാതം മറികടക്കാൻ സിവിലിയൻ കേന്ദ്രങ്ങളിൽ ആക്രമണം കടുപ്പിച്ച ഇസ്രായേൽ. 24 മണിക്കൂറിനിടെ ഉന്നത ഓഫീസർമാർ ഉൾപ്പെടെ 24 സൈനികരാണ് കൊല്ലപ്പെട്ടത്. ഗാസയിൽ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയേറെ സൈനികർ വധിക്കപ്പെട്ടത് ഇസ്രായേലിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. ടാങ്കുകൾക്ക് നേരെയുണ്ടായ റോക്കറ്റ് ആക്രമണത്തിൽ 10 സൈനികരും കെട്ടിടത്തിലുണ്ടായ സ്ഫോടനത്തിൽ 14 സൈനികരുമാണ് കൊല്ലപ്പെട്ടത്. തീർത്തും വേദന നിറഞ്ഞതും നടുക്കുന്നതുമാണ് വാർത്തയെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി നെതന്യാഹു, മന്ത്രിമാരായ യോവ് ഗാലൻ, ബെന്നി ഗാൻസ് എന്നിവർ സംയുക്ത പ്രസ്താവനയിൽ പ്രതികരിച്ചു. ഗസയിലെ നാസികളെ എല്ലാ കരുത്തും ഉപയോഗിച്ച് അമർച്ച ചെയ്യുമെന്ന് യുദ്ധകാര്യ ക്യാബിനറ്റ് മന്ത്രി ബെൻഗവിൻ വ്യക്തമാക്കി. കൂടുതൽ റിസർവ് സൈനികരെ ഇറക്കി ദീർഘകാല യുദ്ധത്തിലേക്ക് നീങ്ങേണ്ടി വരുമെന്നാണ് ഇസ്രായേൽ സൈന്യം പറയുന്നത്. ഗസയിലെ നാസർ മെഡിക്കൽ കോംപ്ലക്സും അൽ അമൻ ഹോസ്പിറ്റലും വളഞ്ഞ സൈന്യം നിരന്തരം ആക്രമണം തുടരുകയാണ്.
പിന്നിട്ട 24 മണിക്കൂറിനിടെ 195 പേരാണ് കൊല്ലപ്പെട്ടത്. 354 പേർക്ക് പരിക്കേറ്റു. ഗസയിൽ ആകെ മരണം 25,490. പരിക്കേറ്റവരുടെ എണ്ണം 63,354 ഉയർന്നു. അതേസമയം ഇസ്രയേലിൽ ബന്ദികളുടെ കുടുംബാംഗങ്ങളുടെ പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. ബന്ദികളുടെ രക്തം നിങ്ങളുടെ കൈകളിലാണെന്ന് കുറിച്ച ബാനറുകളുമായിരുന്നു പ്രതിഷേധം. ബന്ദി മോചനത്തിനായി 2 മാസത്തെ വെടിനിർത്തൽ നിർദ്ദേശം ഇസ്രയേൽ മുന്നോട്ട് വെച്ചതായി റിപ്പോർട്ടുണ്ട്. എന്നാൽ ഹമാസ് ഉപാധികൾക്ക് വഴങ്ങി വെടിനിർത്തലിനില്ലെന്ന് നെതന്യാഹു പ്രതികരിച്ചു. അതേസമയം സംയുക്ത സേനയുടെ ആക്രമണത്തിലൂടെ യമനിലെ 8 ഹൂതി കേന്ദ്രങ്ങൾ തകർത്തതായി അമേരിക്ക അറിയിച്ചു. കപ്പലിനു നേരെ ഹൂതി ആക്രമണം നടന്നതായും റിപ്പോർട്ടുണ്ട്. തെക്കൻ ലെബനനിലെ ഹിസ്ബുള്ള പോസ്റ്റുകൾക്ക് നേരെ ഇസ്രയേൽ ആക്രമണം വ്യാപിപ്പിച്ചു. ഇസ്രായേൽ ആക്രമണം രൂക്ഷമായ തെക്കൻ ഗസയിൽ റെഡ് ക്രസന്റിന്റെ കെട്ടിടത്തിന് നേരെ ബോംബാക്രമണമുണ്ടായി. ഇതിനിടെ UN സെക്യൂരിറ്റി കൗൺസിൽ രാജ്യങ്ങളിലെ മന്ത്രിമാരുടെ യോഗം ഇന്ന് ചേർന്നിരുന്നു. തിരുവനന്തപുരം കണ്ടലാസ് സർവീസ് സഹകരണ ബാങ്കുമായി ബന്ധപ്പെട്ട ക്രമക്കേട് കേസിൽ മുൻ പ്രസിഡന്റും CPI മുൻ നേതാവുമായ N ബാസുരംഗന്റെ സ്വത്തുകൾ ED കണ്ടുകെട്ടി. 1 കോടി രൂപയുടെ ആസ്തി വകകളാണ് ED കണ്ടുകെട്ടിയത്. സ്വർണവും കാറും ഉൾപ്പെടെയുള്ള സ്വത്തുവകകൾ അധികൃതർ കണ്ടുകെട്ടിയതായാണ് വിവരം. സഹകരണ ബാങ്കിന്റെ സാമ്പത്തിക പ്രതിസന്ധിക്ക് മുഖ്യ കാരണക്കാരനെന്ന് കണ്ടെത്തിയതിന് പിന്നാലെ ബാസുരാംഗനെയും മകൻ അഖിൽജിത്തിനെയും നേരത്തെ അധികൃതർ അറസ്റ്റ് ചെയ്തിരുന്നു. കഴിഞ്ഞ 59 ദിവസമായി ഇരുവരും റിമാൻഡിലാണ്. പ്രസിഡന്റായിരുന്ന കാലയളവിൽ കുടുംബാംഗങ്ങളുടെ പേരിലും സ്വന്തം നിലയിലും വായ്പയെടുത്തതായിരുന്നു കണ്ടെത്തിയിരിക്കുന്നത്. വർഷങ്ങളായി തുടരുന്ന കെടുകാര്യസ്ഥതയും ക്രമക്കേടും കാരണം ബാങ്കിന്റെ ആസ്തി 101 കോടി രൂപയുടെ മൂല്യശോഷണമാണ് ഉണ്ടായതെന്നാണ് സഹകരണ വകുപ്പ് 2021 നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നു. ഇവരിൽ നിന്ന് ബാങ്കിന് നഷ്ടപ്പെട്ട പണം തിരിച്ചു പിടിക്കണമെന്നും സഹകരണ വകുപ്പ് റിപ്പോർട്ടുണ്ടാക്കിയിരുന്നു. ബാസുരാംഗനെ 1-ാം പ്രതിയാക്കി ED കഴിഞ്ഞ ദിവസം കുറ്റപത്രം സമർപ്പിച്ചിരുന്നു. ഭാര്യ ജയകുമാരി, മകൻ JB അഖിൽജിത്ത്, അടുത്ത 3 ബന്ധുക്കൾ എന്നിവരും പ്രതിപട്ടികയിലുണ്ട്. രേഖകളിൽ കൃത്രിമം നടത്തി 3.22 കോടി തട്ടിയെടുത്തുന്ന കേസിലാണ് കുറ്റപത്രം സമർപ്പിച്ചത്. മലപ്പുറത്ത് സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഉച്ചഭക്ഷണ അരി കടത്തിയ സംഭവത്തിൽ അധ്യാപകർക്കെതിരെ കർശന നടപടി. സംഭവത്തിൽ 4 അധ്യാപകരെ സസ്പെൻഡ് ചെയ്തു. മലപ്പുറം മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്രധാന അധ്യാപകൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് നടപടി. പ്രധാന അധ്യാപകൻ ശ്രീകാന്ത്, കായികാധ്യാപകൻ രവീന്ദ്രൻ, ഉച്ചഭക്ഷണ ചുമതലയുള്ള അധ്യാപകർ ഭവനീഷ്, ഇർഷാദ് അലി എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തത്. മലപ്പുറം വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടറുടേതാണ് നടപടി. കഴിഞ്ഞ ദിവസമാണ് മലപ്പുറം മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിലെ TP രവീന്ദ്രൻ എന്ന അധ്യാപകനെതിരെ പഞ്ചായത്ത് അംഗം നൽകിയ പരാതിയിൽ അന്വേഷണം തുടങ്ങിയത്. രാത്രിയിൽ അരി സൂക്ഷിച്ച മുറിയിൽ നിന്നും ചാക്കുകൾ മറ്റൊരു വാഹനത്തിലേക്ക് കടത്തുന്ന ദൃശ്യങ്ങളും പുറത്തു വന്നിരുന്നു. PT അധ്യാപകനായ TP രവീന്ദ്രനെതിരെ മൊറയൂർ പഞ്ചായത്ത് അംഗവും സ്കൂളിലെ വിദ്യാർത്ഥികളുടെ പിതാവുമായ ഹസൈനാർ ബാബു ആണ് പരാതി നൽകിയത്. ഉച്ചക്കഞ്ഞി ആവശ്യമില്ലാത്ത കുട്ടികളോട് സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങി സർക്കാരിൽ നിന്ന് കിട്ടുന്ന അരി വിഹിതത്തിൽ കൂടുതലുള്ളതാണ് കടത്തുന്നത്. മുഖ്യമന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി, NCC ഡയറക്ടറേറ്റ് എന്നിവർക്കാണ് പരാതി നൽകിയത്. അതേസമയം ദൃശ്യങ്ങളെക്കുറിച്ച് അറിയില്ലെന്ന് പറഞ്ഞ് സ്കൂൾ മാനേജറും പ്രധാന അധ്യാപകനും ആരോപണങ്ങൾ നിഷേധിച്ച് രംഗത്തെത്തിയിരുന്നു. സംഭവത്തിൽ വിദ്യാഭ്യാസ വകുപ്പ് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ നടപടിയെടുത്തിരിക്കുന്നത്. 5 മാസമായി വികലാംഗ പെൻഷൻ മുടങ്ങി ജീവിതം വഴിമുട്ടിയതോടെ തൂങ്ങി മരിച്ച വയോധികന്റെ മൃതദേഹവുമായി കളക്ടറേറ്റിൽ പ്രതിഷേധ സമരം. ബന്ധുക്കളുടെയും UDF ജനപ്രതിനിധികളുടെയും നേതൃത്വത്തിലാണ് സമരം. ചക്കിട്ടപ്പാറ പഞ്ചായത്ത് 5-ാം വാർഡ് മുതുകാട് പുഷ്പഗിരി വളയത്ത് ജോസഫാണ് ഇന്നലെ ഉച്ചയോടെ വീടിന് മുന്നിൽ തൂങ്ങി മരിച്ചത്. 15 ദിവസത്തിനകം പെൻഷൻ കിട്ടിയില്ലെങ്കിൽ ജീവൻ ഒടുക്കുമെന്ന് കാണിച്ച് ഇദ്ദേഹം പഞ്ചായത്ത് സെക്രട്ടറിക്ക് കഴിഞ്ഞ ദിവസം കത്ത് നൽകിയിരുന്നുവെന്നാണ് വിവരം. വടി കുത്തിപ്പിടിച്ച് സർക്കാർ ഓഫീസ് കയറിയിറങ്ങി മടുത്തെന്നും ജീവിക്കാൻ കടം വാങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും കത്തിൽ പറഞ്ഞിരുന്നു. പെരുവണ്ണാമൂഴി പോലീസിനും കത്ത് കൈമാറിയിരുന്നു. കോഴിക്കോട്ട് കളക്ടർക്ക് കത്ത് നൽകാനിരിക്കുകയായിരുന്നു. കിടപ്പ് രോഗിയായ 47-കാരിയായ മകൾക്കും ജോസഫിനും പെൻഷൻ തുക മാത്രമായിരുന്നു ആകെയുള്ള ആശ്രയമെന്നാണ് അറിയുന്നത്. സംഭവത്തിൽ വലിയ പ്രതിഷേധമാണ് ഉയരുന്നത്. എന്നാൽ ആത്മഹത്യയുടെ കാരണം പെൻഷൻ കിട്ടാത്തതിനാലാണെന്ന് പറയാനാവില്ലെന്ന നിലപാടിലാണ് പഞ്ചായത്ത്. സംഭവം ദൗർഭാഗ്യകരമാണ്. എന്നാൽ ജോസഫിന്റെ മരണം പെൻഷൻ കിട്ടാത്തതിനാൽ അല്ല എന്നും ജോസഫ് നേരത്തെയും ആത്മഹത്യാ പ്രവണത കാണിച്ചിരുന്ന ആളാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് K. സുനിൽ പ്രതികരിച്ചു. പെൻഷൻ കിട്ടാത്തതിന്റെ പേരിൽ ആത്മഹത്യ ചെയ്യേണ്ട യാതൊരു കാര്യവുമില്ല. 15 വർഷങ്ങളായി തുടർച്ചയായി പല ആവശ്യങ്ങളും ഉന്നയിച്ച് ഇദ്ദേഹം കളക്ടർക്കുൾപ്പെടെ കത്ത് നൽകാറുണ്ട്.
PB സലിം കളക്ടറായിരുന്ന കാലത്ത് ഭൂമിക്ക് പട്ടയം കിട്ടാത്തതിനാൽ കളക്ടറേറ്റിന് മുൻപിൽ മണ്ണെണ്ണയുമായി ആത്മഹത്യാ ഭീഷണി മുഴക്കിയ ആളാണ് ജോസഫ് എന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. അതിദരിദ്രരുടെ പട്ടികയിൽപ്പെട്ട ജോസഫിന് ഭക്ഷ്യസാധനങ്ങൾ സൗജന്യമായി ലഭിക്കും. മറ്റ് സേവനങ്ങൾക്കും പണം നൽകേണ്ട. ദൈനംദിന ജീവിതം നയിക്കാനുള്ള ശേഷിയുണ്ട്. തൊഴിലുറപ്പ് പദ്ധതിയിൽ 99 തൊഴിൽ ദിനമുള്ള ആളാണ് അദ്ദേഹം. 77 തൊഴിൽ ദിനങ്ങളുടെ കൂലി ജോസഫിന് ലഭിച്ചിട്ടുണ്ടെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് അറിയിച്ചു. അദ്ദേഹത്തിന്റെ ഒപ്പം താമസിച്ചിരുന്ന ഭിന്നശേഷിക്കാരിയായ മകളെ വീട്ടിൽ നിന്നും ആശ്വാസ കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയിരുന്നതായും സുനിൽ വ്യക്തമാക്കി. ഇതോടെ ഗുഡ്നസ് ഈവനിംഗ് ന്യൂസ് സമാപിച്ചിരിക്കുന്നു. കൂടുതൽ വാർത്താ അപ്ഡേറ്റുകൾക്കായി ഗുഡ്നസ് ന്യൂസ് ഓൺലൈൻ സന്ദർശിക്കുക. നന്ദി.